ഹലോ നമസ്കാരം, വെൽക്കം ടു സിനിമ മലയാളി. അഡോൾസെൻസ് നെറ്റ്ഫ്ലിക്സ് സീരീസാണ്. 4 എപ്പിസോഡേ ഉള്ളൂ. ഇപ്പം ഏറെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരീസും കൂടിയാണ്. അത് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ അടുത്ത് വന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് കൂടുതൽ ചർച്ചാ വിഷയമായി വരുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ സീരീസ് കാണുകയും ഫാമിലി ആയിട്ടും ചർച്ചകൾ നടത്തുന്നുണ്ട്, സമൂഹത്തിലും ചർച്ചകൾ നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സീരീസാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എംപതി, കൺസിഡറേഷൻ, ഒരു ഒരു മറ്റുള്ളവരുടെ ഇമോഷൻസിനോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാർത്തകൾക്ക് വളരെ വളരെ ഫാർ ഫെച്ചിങ് ആയിട്ടുള്ള ചില ഇമ്പാക്ട്സ് ഉണ്ടാവുമെന്ന് അറിയാതെയാണ് പലപ്പോഴും നാട്ടിൽ നടക്കുന്ന ഓരോ വാർത്തയും അവരെടുക്കുന്നത്. ഞാൻ മാധ്യമങ്ങളെ എടുത്തു പറയുന്നത് അവരോടൊരു എതിർപ്പുണ്ടായിട്ടല്ല. കാരണം പലപ്പോഴും നമ്മളെ സമൂഹത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് മാധ്യമപ്രവർത്തകർ. അതുകൊണ്ടും കൂടിയാണ് പറയുന്നത്. ആ ആ സീരീസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ദ സീരീസ് ടോക്സ് അബൌട്ട് 13 വയസ്സായിട്ടുള്ളൊരു പയ്യൻ, ഞാൻ കഥയിലേക്കൊന്നും കിടക്കുന്നില്ല, പക്ഷേ ഒരു മേർഡർ സസ്പെക്റ്റ് ആവുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ്. പക്ഷെ അത് മുന്നോട്ട് വെക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ആസ് പാരൻസ്, ആർ വി ഡൂയിങ് ഇനഫ്? ആസ് പാരൻസ്, വാട്ട് ഷുഡ് വി ഡു? എങ്ങനെയാണ് നമ്മളെ കുട്ടികൾ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടാതെ ഇരിക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യുക എന്നുള്ളത്. നമ്മളെല്ലാം ശരിക്ക് ചെയ്താലും ചിലപ്പം തിങ്സ് ആർ നോട്ട് ഇൻ അവർ കൺട്രോൾ എന്നുള്ളതാണ് ആ സിനിമ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ദിസ് സ്റ്റോറി എനിക്ക് ഇങ്ങനത്തെ ഒരു ഇറ്റ്സ് വെരി ക്ലോസ് ടു ലൈഫ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു 6 വർഷം മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനിയിൽ എൻ്റെ ഒരു കൊളീഗായിരുന്ന ഒരാളുടെ മകനാണ് കാലിഫോർണിയയിൽ ഗിൽറോയ് എന്ന് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 1 മണിക്കൂർ യാത്ര ചെയ്താലുള്ള സ്ഥലം ഗിൽറോയ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേ പേര് വെടിവെച്ചിട്ട്, ഒരു 7 പേര് 8 പേരായിട്ട് വെടിവെച്ച് കൊന്നത് എൻ്റെ ഒരു കൊളീഗിൻ്റെ മകനാണ്. അപ്പം അതായത് ആ കമ്പനിയിൽ അയാൾ കുറേ കാലമായിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കുട്ടീനെ ചെറുപ്പം മുതൽ അവിടെയുള്ള ജോലി എടുക്കുന്ന കുറേ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഞാൻ ഒരു ദിവസം ഓഫീസിലേക്ക് പോണ സമയത്ത് വാതിൽ പുറത്തുനിന്ന് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ നോക്കുമ്പോൾ അവർ വേറൊരു വഴി, കാരണം എന്താ വെച്ചാൽ ഈ ന്യൂസ് ഞാൻ അറിഞ്ഞിട്ടില്ല. ന്യൂസ് അറിഞ്ഞു, പക്ഷേ ഈ കൊലപാതകം നടത്തിയത് എൻ്റെ തന്നെ ഒരു സഹപ്രവർത്തകൻ്റെ മകനാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ആൾക്കാർ ഭയങ്കരമായിട്ട് സാഡായിട്ടിരിക്കുന്നു, ചിലവരിന്ന് കരയുന്നു. കാരണം ഈ പയ്യൻ എനിക്ക് തോന്നുന്നു 19 വയസ്സൊക്കെയാണുള്ളത്. അപ്പോൾ ഇവൻ 10 വയസ്സുള്ള സമയത്തൊക്കെ അവിടെ ഓരോ ഈവൻസിനും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ആ കമ്പനിയിലുള്ള ആൾക്കാർക്കൊക്കെ ഈ പയ്യനെ അറിയാം. ആ പയ്യൻ 19 വയസ്സാവുന്ന സമയത്ത് ഒരു ദിവസം തോക്ക് കൊടുത്ത് പോയിട്ട് ഒരു ഫെയറിൽ കുറേ ആൾക്കാർ, ഒരു കുട്ടിയടക്കം ധാരാളം ആൾക്കാർ, കുറേ പേര് വെടിവെച്ചു. അതിൽ 7-8 പേര് മരിച്ചു. ഇത്രയും ക്ലോസ് ആയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് പരിചയമുള്ള ആളുമായി കണക്ട് ചെയ്ത ഒരാളാണ് ഇതിൽ. ആ സമയത്ത് അത് നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഞാനൊരു ടോക്ക് ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇവിടുത്തെ ഒരു ഗൺ വയലൻസ് നടന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു ബാറ്റ്മാൻ്റെ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഒരാൾ തിയേറ്ററിൽ കയറിയിട്ട് കുറേ പേര് വെടിവെച്ചു. ആ സമയത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മളെങ്ങനെയാണ് നമ്മളെ കുട്ടികൾ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ള ഉറപ്പ് വരുത്തുന്നത്. അന്ന് ഞാൻ പറഞ്ഞത്, ഐ വുഡ് റാദർ ഹാവ് മൈ കിഡ്സ് ബി എ വിക്ടിം ദാൻ ബി എ പെർപെട്രേറ്റർ എന്നുള്ളതാണ്. അതായത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് എൻ്റെ മക്കളാവരുത്. പക്ഷെ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മളൊരു സ്ഥലത്ത് സിനിമ തിയേറ്ററിൽ പോകുമ്പോഴോ നമ്മളൊരു ഫെയറിൽ പോകുമ്പോഴോ എവിടെയും പോകുമ്പം ആരെങ്കിലും വെടിവെച്ച് കൊല്ലുകയോ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നമ്മൾ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള സാധ്യത നമുക്കറിയില്ല, നമുക്ക് മാറ്റാൻ പറ്റില്ല.
പക്ഷെ I would find it more difficult to handle if my kids were the perpetrators എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലൊരു അത്യാഹിതം നമ്മളുടെ കുട്ടികൾക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വിഷമം ഉണ്ടാവും. പക്ഷെ മറ്റുള്ളവരുടെ ജീവിതം എടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ കുട്ടികൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിരിക്കും. എവിടെയാണ് നമ്മൾ ഭയങ്കര ആ സിനിമ കാണുന്ന സമയത്ത്, നിങ്ങൾ അതിലൂടെ പോകുന്ന സമയത്ത് 2 രീതിയിലാണ് ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ സീരീസ് കാണാൻ പറ്റും. ഒന്ന്, ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന്, മരിച്ച കുട്ടിയുടെ, ചെയ്തു എന്ന് പറയപ്പെടുന്ന കുട്ടിയുടെ, അവരുടെയൊക്കെ ഫാമിലി. പക്ഷേ ആസ് എ പാരൻ്റ് യു ഓൾവേസ് തിങ്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടാതിരിക്കേണ്ടത്. ഇന്ന് പല ലോകങ്ങളാണ് ഒരേ സമയത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളും കുട്ടികളും തമ്മിൽ ലോകം, കുട്ടികളും നമുക്കറിയുന്ന അവരുടെ സുഹൃത്തുക്കളും തമ്മിലുള്ള ലോകം, നമ്മളുടെ സുഹൃത്തുക്കളും നമ്മളെ ജോലിയായിട്ടുള്ളൊരു ലോകം, പിന്നെ കുട്ടികൾക്ക് ഓൺലൈനിലുള്ളൊരു ലോകം. ഈ കുട്ടികൾക്ക് ഓൺലൈനിലുള്ള ലോകം നമ്മളുമായിട്ട് ഭയങ്കര ഡിഫറെൻ്റാണ്, നമുക്ക് മനസ്സിലാവില്ല. ഈ സിനിമയിലൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ, അതിൽ ചില ഇമോജീസിൻ്റെ അർത്ഥവും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ആ സിനിമയിലുള്ള ആൾക്കാർക്കും അറിയില്ല. ക്ലബ് ഹൗസ് നടന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ റെഡ് പിൽ, ബ്ലൂ പിൽ, മെനിനിസ്റ്റ് ഗ്രൂപ്പ്, 80-20, ഇൻസെൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതായത് ഇൻവോളണ്ടറി ആയിട്ട് സെലിബ്രേറ്റ് ആവുന്ന ആൺകുട്ടികളെ കുറിച്ചാണ് ആ ഇൻസെൽ എന്നുള്ള സാധനം. അത് അങ്ങനത്തെ സംഭവങ്ങൾ, അങ്ങനെ ചിന്തിക്കുന്നതും അങ്ങനെ ചർച്ചകൾ നടക്കുന്നതും ഒക്കെ ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു അറിവായിരുന്നു എനിക്ക് ആ സമയത്ത്. ബിക്കോസ് നമ്മളത് അറിയുന്നില്ല. ആൻഡ്രൂ ടേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ, അയാളെ പറ്റിയിട്ട് ഭയങ്കര സ്ത്രീവിരുദ്ധമായിട്ടുള്ള അയാളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് മുമ്പേ. പക്ഷേ ഇങ്ങനത്തെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ അയാൾക്കൊക്കെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്. ആൻഡ്രൂ ടേറ്റിൽ നിൽക്കുന്നില്ല, വേറെയും കുറേ ആൾക്കാരുണ്ട്. ഇന്നും തലയിൽ പൊക്കി വെച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഹു ബേസിക്കലി സേ ദാറ്റ് എന്താ പറയുക, സ്ത്രീകൾ എന്ന് പറയുന്നത് നമ്മളെക്കാട്ടും കുറവാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില മരുന്നുകൾ, വാക്കുകൾ കൊണ്ടുള്ള മരുന്നുകൾ കൗമാരപ്രായക്കാരുടെ ഇടയിലേക്ക് കുത്തിത്തിരുകുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ആൻഡ് it's very difficult to watch that series without questioning ourselves on what we do. ഇന്ന് അച്ഛനമ്മമാർക്ക് കുട്ടികളുമായി സംസാരിക്കാൻ, കുട്ടികളുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കാൻ, നമുക്കൊക്കെ സംസാരിക്കാനുള്ള ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്ക് തുറന്ന് സംസാരിക്കാൻ, നമുക്ക് തുറന്ന് കാര്യങ്ങൾ പറയാൻ, നമുക്ക് തെറ്റുകൾ വരുത്താൻ, നമുക്ക് വൾണറബിൾ ആവാൻ, നമുക്ക് ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ് ആയി ജീവിക്കാൻ പോലുള്ള ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലായിടത്തും ഓവർ ഒപ്റ്റിമൈസേഷൻ, അച്ചീവ്മെൻറ്റ്, കമ്പാരിസൺ. സാമൂഹ്യ മാധ്യമത്തിൽ റെഡിറ്റ്, ഡിസ്കോഡ്, ഇങ്ങനെയുള്ള കണ്ടമാനം ഗ്രൂപ്പുകളിൽ വളരെ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ, അതായത് നമുക്കൊന്നും അറിയാത്ത രീതിയിലുള്ള കാരണം ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ സെൽഫ് ഹാം നടത്തുന്നതും മറ്റുള്ളവരെ ഹാം ചെയ്യുന്നതും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 12-13 വയസ്സുള്ളൊരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോഞ്ച് മാതിരിയാണ്, എന്തും അബ്സോർബ് ചെയ്തെടുക്കും. ആ സമയത്ത് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളത് ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, at the end of the day it basically means that you do whatever right is done and then hope for the best, that you cannot control the eventuality. കുട്ടികൾ നല്ല രീതിയിലായിട്ടുണ്ടെങ്കിൽ വലിയൊരു ഭാഗ്യത്തിൻ്റെ ഒരു ഫാക്ടർ ഉണ്ട് എന്നുള്ളത്. എപ്പോഴാണ് ഇൻ്റർവീൻ ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മൾ ഇറ്റ് ഈസ് ഇനഫ് എന്ന് പറയേണ്ടത്, എപ്പോഴാണ് നമ്മൾ പറയുന്നത് ഒരു അച്ഛനോ അമ്മയോ പറയുന്നതല്ലാണ്ട് ഒരു സുഹൃത്ത് പറയുന്ന പോലെ ആ കുട്ടി എടുക്കുന്നത്.
എപ്പോഴാണ് നമ്മൾ അച്ഛനോ അമ്മയോ ആവാതെ ഒരു സുഹൃത്തായി മാറേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ സുഹൃത്തായിട്ട് പെരുമാറേണ്ടത്? നമ്മൾ ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യുന്നൊരു പൊസിഷനിലേക്ക് എപ്പോഴാണ് എത്തുക? ഈ ലോകത്തിലെ പ്രശ്നങ്ങളെ നമ്മൾ ഒരുമിച്ച് അഭിമുഖീകരിച്ചിട്ട് ആ പ്രശ്നങ്ങളെ ഒരുമിച്ച് നാവിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മളെന്താ ചെയ്യേണ്ടത്? ധാരാളം ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, നമുക്കിത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളുടെ മക്കൾ എന്നുള്ളത് മാത്രമല്ല, യങ്സ്റ്റേഴ്സുമായിട്ട് മെൻറ്റർ ചെയ്യേണ്ട ആവശ്യവും യങ്സ്റ്റേഴ്സുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യവും നമ്മളുടെ ജീവിതത്തിലെ തെറ്റുകളും കുറവുകളും നമുക്ക് പറ്റിയ അബദ്ധങ്ങളും യങ്ങർ ജനറേഷൻ്റെ അടുത്ത് വളരെ ഓണസ്റ്റായിട്ട് പങ്കുവയ്ക്കേണ്ട ആവശ്യവും ആ ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട് എന്ന് ഞാൻ സിനിമ കണ്ടപ്പോൾ തോന്നുന്നത്. കാരണം ധാരാളം ആൾക്കാരുണ്ട് ഒരു ഫാദർ ഫിഗറോ മദർ ഫിഗറോ ഇല്ലാതെ പോകുന്ന ആൾക്കാർ. അങ്ങനത്തെ പൊസിഷൻസ് ഫില്ല് ചെയ്യാൻ ഈ ആൻഡ്രൂ ടേറ്റിനെ പോലെയും ഈ മെനിനിസ്റ്റ്, ബ്ലൂ പിൽ, റെഡ് പിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സ്ത്രീകളെ മോശമാക്കി അങ്ങനെ അവരുടെ ആ ഒരു വാക്യൂമിനെ ഫില്ല് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട് അവിടെ. പക്ഷേ ഇക്വാലിറ്റിയും സാഹോദര്യവും സമത്വവും ഇതൊക്കെ വെച്ചിട്ട് ഹോപ്പും പോസിബിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും സെൽഫ് ഇംപ്രൂവ്മെൻറ്റും, മോട്ടിവേഷണൽ ടോക്കല്ല, ഇമ്പ്രൂവ്മെൻറ്റ്. അതായത് നമ്മൾ ഇംപെർഫെക്റ്റ് ആണ്. നമ്മൾ ഇംപെർഫെക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ നാളെ ഇന്നത്തേനെക്കാട്ടും ലേശം നന്നാവാൻ വേണ്ടി ശ്രമം നടത്തുക എന്നുള്ളത്, അങ്ങനെ മുന്നോട്ട് പോവാമെന്ന് വിചാരിക്കുക എന്നുള്ളത്, ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അഡോൾസൻസ് എന്തായാലും കാണണം. ഞാൻ ആ സിനിമയെക്കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ലാതെ ആ സിനിമയെക്കുറിച്ച് ഞാൻ അധികം പറഞ്ഞില്ല. കാരണം അത് 4 ചാപ്റ്ററായിട്ടാണ് സിനിമ ഉള്ളത്. ആ 4 ചാപ്റ്ററും മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ വ്യത്യാസമാണ്. ആദ്യത്തെ ചാപ്റ്റർ ഒരു ക്രൈം നടക്കുന്നു എന്നുള്ളതാണ്. അതിൽ സസ്പെക്റ്റായിട്ട് ഒരു 13 വയസ്സുകാരൻ വരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്വേഷണമാണ്. എന്താണ്, ഏതാണ്, എവിടെയാണ്, അവിടെയാണ് അൺട്രാവൽ ചെയ്ത് മനസ്സിലാവുന്നത്. ഈ ഒരു ലോകം തന്നെ മുതിർന്നവർക്ക് മനസ്സിലാവുന്നത്, കുട്ടികളുടെ ലോകം. മൂന്നാമത്തത് ഒരു കോൺവെർസേഷനാണ്. മൂന്നാമത്തെ എപ്പിസോഡ് മുഴുവൻ ഒരു കോൺവെർസേഷനാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു അസസ്മെൻറ്റ്, ഒരു സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് നടക്കുകയാണ്. കുട്ടിയുമായിട്ട് ഉള്ള സംസാരമാണ് മൂന്നാമത്തേത്. നാലാമത്തേത് ഈ ഒരു ഫാമിലിക്ക് എങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് കാണുക, സ്പൗസായിട്ട് കാണുക, കുട്ടികളായിട്ട് കാണുക എന്നുള്ളത്. ഇതിൽ 13 വയസ്സുകാരനാണ് അഭിനയിക്കുന്നത്. ഇറ്റ്സ് അപ് ടു യു വാട്ട് യു വാണ്ട് ടു ഷോ യുവർ കിഡ്സ്, വാട്ട് യു ഡോണ്ട് വാണ്ട് ടു ഷോ യുവർ കിഡ്സ്. പക്ഷെ ഇത് പേടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിനിമയല്ല. കാരണം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് ഞങ്ങളെ കൊണ്ട് ഒന്നും ആവില്ല എന്ന് വിചാരിച്ച് ആസ് എ പാരൻ്റ് നിൽക്കേണ്ടതല്ല. പക്ഷേ ഈ സിനിമ കാണുകയും സിനിമ ചർച്ച ചെയ്യുകയും ആ സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ സംഭവം നിങ്ങളുടെ കുട്ടികളുമായി ചർച്ച ചെയ്യുകയും ഒക്കെ ആവശ്യമുണ്ട്. ഇന്ന് ധാരാളം ഇൻഫർമേഷൻ നമ്മളെടുത്തിട്ടുണ്ട്. എന്ത് സാധനത്തിൻ്റെ വിവരം അറിയണമെന്നുണ്ടെങ്കിലും അറ്റ് ദ ഫിംഗർ ടിപ്പ് യു ഹാവ് എവറി ഇൻഫർമേഷൻ. ഇത്രയും ഇൻഫർമേഷൻ നമ്മളെ കയ്യിലുള്ളപ്പോഴും നമ്മൾ അറിയാതെ ധാരാളം കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഭയങ്കര പാരഡോക്സാണ്. ഭയങ്കരമായിട്ടുള്ള ഇൻഫർമേഷൻ ഇരിക്കുമ്പോഴും പല കാര്യങ്ങളും നടക്കുന്നത് നമുക്ക് അറിയുന്നില്ല എന്നുള്ളത്. നമ്മുടെ ചുറ്റും നടക്കുന്നത് അറിയുന്നില്ല എന്നുള്ളത്, ഇൻ്റർനെറ്റിൽ നടക്കുന്നത് അറിയുന്നില്ല. നമ്മുടെ തൊട്ടപ്പുറത്ത് ആൾ എന്താണ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്, ആരായിട്ടാണ് സംവദിക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. At the same time, we are saying there is light and there is total darkness. Many of the things that are really important to us, we are in the dark. അതൊരു വലിയൊരു പാരഡോക്സാണ്. കാരണം അഡോൾസൻസ് നെറ്റ്ഫ്ലിക്സിലുണ്ട്. 4 എപ്പിസോഡേ ഉള്ളൂ, 4 മണിക്കൂർ കൊണ്ട് തീരും. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.